എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മളെ പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും മുടക്കം കൂടാതെയുള്ള THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ 2-way ഓതൻറ്റിക്കേഷൻ ഓൾറെഡി പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മൾ നാളിതുവരെ ഈ പ്രോസസ്സൊക്കെ പൂർത്തിയാക്കിയവരാണ്. അതായത് KYCയും FRSും ഇത് ഒരു ഗുണഭോക്താവിന് ഒറ്റത്തവണ മാത്രം ചെയ്ത് പൂർത്തിയാക്കേണ്ട ഒരു പ്രവർത്തനമാണ്. ഇത്തരത്തിൽ 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും THR വിതരണം എല്ലാ മാസങ്ങളിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഫേസ് വെരിഫിക്കേഷൻ കൂടി ഉറപ്പാക്കണമെന്നുള്ളതാണ് പുതിയ ഗൈഡ് ലൈൻ. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ സാധാരണ നമ്മുടെ ടീച്ചർ ഒരു ഗുണഭോക്താവിന് THR കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി ട്രാക്കിങ്ങിൽ പോയി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് 25 ദിവസം എന്നുള്ളത് മാർക്ക് ചെയ്ത് തൊട്ട് താഴെ വരുന്ന സമയം നമ്മൾ നിലവിൽ ഫേസ് വെരിഫിക്കേഷൻ നമ്മൾ 2-way ഓതൻറ്റിക്കേഷൻ്റെ ഭാഗമായി എടുത്തിട്ടുള്ള ഫോട്ടോ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് നേരെ കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അന്നത്തെ അല്ലെങ്കിൽ ആ മാസത്തെ THR വിതരണം സാധാരണ പൂർത്തിയാക്കാറുള്ളത്. എന്നാൽ ഈ ഒരു സാഹചര്യം വരുന്ന സമയം ഈ സ്റ്റെപ്പിലെത്തുമ്പോൾ ഒരുപാട് ടീച്ചേഴ്സിന് അണേബിൾ ടു ഫേസ് മാച്ച് എന്നോ അല്ലെങ്കിൽ ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ കറക്റ്റായി എടുക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഐ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്റ്റക്ക് ആവുന്നു, ബ്ലേഡ് ആവുന്നു, വൈറ്റ് സ്ക്രീൻ വരുന്നു, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ആ മാസത്തിൽ പൊടി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പുതിയ ഗൈഡ് ലൈൻ പ്രകാരം ഇത്തരത്തിൽ ഈ മാസം പൊടി കൊടുക്കാൻ മുടങ്ങിപ്പോകുന്ന ഇത്തരത്തിൽ FRSിലൂടെ ഫേസ് വെരിഫിക്കേഷനിലൂടെ പൊടി വിതരണം ചെയ്യാൻ സാധിക്കാത്ത ഗുണഭോക്താക്കൾക്ക് തുടർന്നുള്ള മാസങ്ങളിലും THRനുള്ള കേന്ദ്ര വിഹിതം തന്നെ വരില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ മാസങ്ങളിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ ഇനി വരുന്ന ഒക്ടോബർ മാസങ്ങളിലെയാണ് ബാധിക്കുക. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസങ്ങളെയും ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ജൂലൈ മാസത്തിൽ ഈ പറയുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും 100% THR വിതരണം സാധ്യമാവണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സെഷൻ. കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മറികടക്കാനും ഒഴിവാക്കാനും മുടക്കം കൂടാതെ THR ഈ മാസം തന്നെ വിതരണം ചെയ്യാനും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് റീക്യാപ്ചർ. ഈ റീക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ എവിടെ നിന്നാണ് കാണാൻ കഴിയുക? നിങ്ങൾ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓരോ ഗുണഭോക്താക്കൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഇത്തരത്തിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ സാധാരണ ബെനിഫിഷ്യറി ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ 6-8-3 കാറ്റഗറി ആണെങ്കിൽ ഓപ്പൺ ചെയ്താൽ ഒരുപാട് ഗുണഭോക്താക്കളെ കാണാൻ സാധിക്കും. ഒരു ഗുണഭോക്താവിൻ്റെ പേരിന് സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ നീല നിറത്തിൽ റീക്യാപ്ചർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ ഈ ഒരു ഓപ്ഷൻ നിലവിൽ വന്നത് തന്നെ നമ്മളെ ഗുണഭോക്താക്കളെ അവസാനം ഫേസ് വെരിഫിക്കേഷനിലൂടെ പൊടി കൊടുക്കുന്ന സമയം എന്തെങ്കിലും മിസ്മാച്ചുകൾ സംഭവിക്കുക, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് ആ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പ്രോസസ്സാണ് ഇനി കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ റീക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും? ഒരു കൺസെൻറ്റ് ബട്ടനാണ് ഓപ്പൺ ആയിട്ട് വരിക. ആ കൺസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു പേജിലേക്ക് എത്താൻ സാധിക്കും. അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്. അതായത് കൃത്യമായി പ്രോപ്പർ ലൈറ്റിംഗ് അവരുടെ മുഖത്തുണ്ടാവണം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൃത്യമായി വൈറ്റ് സ്ക്രീൻ ആയിരിക്കണം. അവിടെ നിഴൽ വീഴാൻ പാടില്ല എന്നുള്ളതൊക്കെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം. ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ക്യാപ്ചർ എന്ന് കാണുന്ന താഴെ കാണുന്ന ക്യാപ്ചർ ഫേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തത്സമയം തന്നെ, അതായത് ഇപ്പോൾ പൊടി വാങ്ങാൻ വന്നിട്ടുള്ള ഗുണഭോക്താവിനെയാണല്ലോ ഫോട്ടോ എടുക്കാൻ കിട്ടാത്തത്, തത്സമയം തന്നെ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഈ റീക്യാപ്ചർ ഓപ്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ഇപ്പോൾ എടുത്ത ഈ ഫോട്ടോ നിങ്ങളുടെ ഈ THR അവസാനത്തെ പേജിലേക്ക് കൂടി റിഫ്ലക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ, അതായത് ഈ പടം തന്നെ അവിടെ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഉറപ്പാക്കണം. ചിലപ്പോൾ ഈ പടം അതിലേക്ക് പതിയണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ വരെ സമയമെടുത്തേക്കാം എന്നുള്ള കൂടി നമ്മൾ തിരിച്ചറിയണം. തത്സമയം എടുത്ത ഫോട്ടോ 2 ഭാഗങ്ങളിലാണ് പതിഞ്ഞ് വരേണ്ടത് അല്ലെങ്കിൽ മാറി വരേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത് ഈ ഭാഗത്ത്, അതായത് പ്രൊഫൈൽ കാർഡിൽ നേരത്തെ കണ്ട ഫോട്ടോയ്ക്ക് പകരം നിങ്ങൾ തത്സമയം എടുത്ത ഫോട്ടോ മാറി വരണം. രണ്ടാമത് ഭാഗം ഡെയിലി ട്രാക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞ് അവസാനം 25 ദിവസം മാർക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് ഇപ്പോൾ എടുത്ത ഫോട്ടോ മാറി വരണം. ഈ 2 ഭാഗങ്ങൾ മാറി വന്നാൽ മാത്രമാണ് ഈ റീക്യാപ്ചറിലൂടെ നിങ്ങൾക്ക് ആ ഗുണഭോക്താവിൻ്റെ പുതിയ ഫോട്ടോ എടുക്കാനും THR വിതരണം ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി കൃത്യമായി തിരിച്ചറിയുക. അപ്പോൾ ഇതിന് 24 മണിക്കൂർ വരെ സമയം എടുത്തേക്കാം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഈ തത്സമയം ഫോട്ടോ എടുത്തു കഴിഞ്ഞ് സക്സസ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഉടനെ തന്നെ അത് മാറി വരും, അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാലേ ഈ ഫോട്ടോയിലേക്ക് മാറി വരികയുള്ളൂ. ഇത്തരത്തിൽ ഫോട്ടോ മാറി വന്നതിന് ശേഷം ആ ഗുണഭോക്താവിനെ വീണ്ടും ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് THR വിതരണം ഫേസ് വെരിഫിക്കേഷനിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുക. പലപ്പോഴും നിങ്ങളുടെ ഫോണിനകത്ത് ഇത്തരത്തിലുള്ള ടീച്ചർ റീക്യാപ്ചർ ചെയ്യുന്ന സമയം ഈ ഓപ്ഷൻ ഒരു ചാര നിറത്തിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതായത് ഈ രീതിയിൽ ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റീക്യാപ്ചർ ബട്ടൺ ഇനി നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്.
അതായത് ഈ റീക്യാപ്ചർ എന്നുള്ള ബട്ടൺ മാസത്തിൽ ഒരു തവണ മാത്രമേ ഈ ഗുണഭോക്താവിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ളത് കൂടി തിരിച്ചറിയുക. ഓരോ മാസങ്ങളിലും ഓരോ തവണ മാത്രമേ ഇത് എനേബിൾ ചെയ്ത് വരികയുള്ളൂ. ഒരു മാസത്തിൽ 2 or 3 ഫോട്ടോ റീക്യാപ്ചർ എടുക്കാനുള്ള ഓപ്ഷൻ പോർഷൻ ട്രാക്കറിനകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ചാരക്കളർ. കാരണം ഈ മാസം തന്നെ ഈ ടീച്ചർ ഓൾറെഡി ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ടീച്ചറുടെ ഫോട്ടോ എടുത്ത് ഫേസ് വെരിഫിക്കേഷനിലൂടെ പൊടി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഫേസ് വെരിഫിക്കേഷൻ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റീക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൂടി തിരിച്ചറിയുക. അപ്പോൾ ഈ ഓപ്ഷനൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ആ ഓപ്ഷൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ മാസം നമുക്ക് ഗുണഭോക്താവിന് പൊടി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി തിരിച്ചറിയുക. അവിടെ തടസ്സപ്പെടും. ഈ മാസം പൊടി കൊടുക്കൽ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന അടുത്ത ക്വാർട്ടറിലെ 3 മാസങ്ങളിലും ഈ ഗുണഭോക്താവിനുള്ള കേന്ദ്രവിഹിതം വരില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി സമയമെടുത്ത് മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കുക. താങ്ക്